അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീന സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹുദാഹു വദഅ ബിദഅവതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാബാദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102 ആയത്തിന്റെ വാക്കാർത്ഥങ്ങളും അതുപോലെ തന്നെ ഈ ആയത്തിന്റെ അർത്ഥവുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സംസാരിച്ചത്. ഇന്ന് ഈ ആയത്തിന്റെ രണ്ടാമത്തെ ഈ ക്ലാസ്സിൽ ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമാണ് പ്രധാനമായും ഇന്നിവിടെ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാന്റെ രാജവാഴ്ചയെപ്പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. അതായത് യഹൂദികളായ ആളുകൾ അവർ സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ രാജവാഴ്ചയെപ്പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ പിൻപറ്റുകയുണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളതായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ രാജവാഴ്ച എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ആ രാജവാഴ്ചയെപ്പറ്റി പിശാചുക്കൾ എന്താണ് പറഞ്ഞു പരത്തിയത് എന്നും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ പുത്രൻ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിൽ ഏതാണ്ട് 1000ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ഇസ്രായേൽ ജനതയിലേക്ക് പ്രവാചകനായി കടന്നു വരുന്നത്. അദ്ദേഹത്തിന് പ്രവാചകത്വത്തോടൊപ്പം രാജാധിപത്യവും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഒരു പ്രവാചകനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. ഈ ദാവൂദ് നബി അലൈഹിസ്സലാമിയുടെ പുത്രനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമക്കും പ്രവാചകത്വം നൽകുകയും അതുപോലെ തന്നെ രാജാധിപത്യം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമയെ അനുഗ്രഹിച്ചു. എന്നാൽ സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്, ഒരു മനുഷ്യരെ സംബന്ധിച്ച് അവർക്കൊരിക്കലും ചെയ്യാൻ സാധിക്കാത്ത, ഒരിക്കലും ഒരു മനുഷ്യനും സ്വന്തമായി ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തമായി ഓരോ പ്രവാചകന്മാർക്കും നൽകുക. അവിടെ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ ജീവിച്ച ആ കാലത്തെ ജനങ്ങളുടെ അവസ്ഥയും മറ്റുമൊക്കെ നോക്കിയാണ് അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് നിയോഗിച്ച പ്രവാചകന് പല ദൃഷ്ടാന്തങ്ങളും നൽകുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാം, അദ്ദേഹം ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് രാജ്യത്വം ലഭിക്കുന്നതിന് മുമ്പ് പല ദൃഷ്ടാന്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമയിലൂടെ ആ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു രാജാവാകുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പല അനുഗ്രഹങ്ങളിലൂടെയുമാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ഇവിടെ വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമയും ഒരു രാജാവായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാജാവാണ് എന്ന നിലക്കും അതുപോലെ അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ് എന്ന നിലക്കും ജനങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ജനങ്ങളോട് ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അത് അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സിഹറിന്റെയും മാന്ത്രിക വിദ്യയുടെയും ഒക്കെ അതിപ്രസരം നിലനിന്നിരുന്ന ഒരു കാലത്താണ് അതിനെയെല്ലാം അതിജയിക്കുന്ന രൂപത്തിൽ ആ നാട്ടിലേക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് നൽകിയത്.
പക്ഷികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുത്തിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യന് ഒരു നിലക്കും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് പക്ഷികളെ സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ കീഴ്പ്പെടുത്തി കൊടുക്കുന്നത്. ആ പക്ഷികളുമായി സംസാരിക്കുവാൻ, ഉറുമ്പുകളുമായി സംസാരിക്കുവാൻ, അങ്ങനെ നിരവധി അത്ഭുതങ്ങളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ അനുഗ്രഹമായി കൊണ്ട് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് നൽകുന്നത്. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രമാണ് സഹോദരങ്ങളെ. നമുക്കറിയാം, ഇന്നത്തെ യമനിന്റെ പുരാതന സംസ്ഥാനമായ സബ എന്ന ഒരു രാജ്യം, ആ രാജ്യം തൗഹീദിലേക്ക് പ്രവേശിക്കാൻ സൂര്യനെ ആരാധിച്ചിരുന്നത് വിട്ടുകൊണ്ട് ഏകദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത് അതും ഒരു മരം കൊത്തി പക്ഷിയെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രം നമ്മൾ ഈ ചരിത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ആളുകളാണ്. അപ്പോ ഈ രൂപത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം പക്ഷിയെ ഉപയോഗപ്പെടുത്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കാറ്റിനെയും ജിന്നുകളെയും ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരവും ഓരോ മാസത്തെ വഴിദൂരം സുലൈമാൻ നബി അലൈഹി സ്വലാമിനെയും കൊണ്ട് കാറ്റ് സഞ്ചരിച്ചിരുന്നു എന്നാണ് സൂറത്തു സബയിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ശക്തിയായി അടിച്ചു വീശുന്ന കാറ്റിനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിയുടെ ഇഷ്ടമനുസരിച്ച് അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന വിധത്തിൽ ആ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ കാറ്റിന്റെ സഹായത്തോടുകൂടി ഈ ദുനിയാവിലുള്ള ഒരു മനുഷ്യനും സാധിക്കാത്ത രൂപത്തിൽ അത്രമാത്രം വേഗത്തിലും സൗകര്യത്തിലും യാത്ര ചെയ്യുവാൻ സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് സാധിച്ചിരുന്നു എന്നാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് കൊടുത്ത വലിയ ഒരു അനുഗ്രഹമായിരുന്നു അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ജിന്നുകളെയും വിശിഷ്യ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ജിന്നുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഭാരിച്ച ജോലികൾ ഈ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ചെയ്യിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതൊക്കെ വിശദമായി കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ ആ വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെടുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ അത് ചർച്ച ചെയ്യാം. ഏതായാലും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഭൗതികമായ ഒരു അനുഗ്രഹം എന്ന നിലക്ക് സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ട് മുത്തുകൾ എടുത്തുകൊണ്ടുവരുന്ന രൂപത്തിൽ പല പ്രവൃത്തികളും സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ പിശാചുക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് വെള്ളത്തിന്റെ വല്ല ആവശ്യവും നേരിടുമ്പോൾ ഭൂമിക്കടിയിൽ ഏത് പ്രദേശത്താണ് വെള്ളം സ്ഥിതി ചെയ്യുന്നത് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത പക്ഷികൾ അറിയിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് ആ സ്ഥലം ജിന്നുകളെ കൊണ്ട് കുഴിപ്പിക്കുകയും എന്നിട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന സഹോദരങ്ങളെ സുലൈമാൻ നബി അലൈഹി സ്വലാമിയെ കുറിച്ച് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഫലസ്തീൻ പ്രദേശം ഭരിച്ചിരുന്ന ഒരു രാജാവ്, ആ രാജാവ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തിയ ഇത്തരം അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ, ഈ ദുനിയാവിൽ ആർക്കും ലഭിക്കാത്തത്ര ഭൗതികമായിട്ടുള്ള സമ്പത്തുകൾ, ഇതെല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെ രാജവാഴ്ചയിൽ അദ്ദേഹം അള്ളാഹുവിൽ നിന്നും അനുഭവിച്ച വമ്പിച്ച അനുഗ്രഹങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അനുഗ്രഹങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് ലഭിച്ചതിനെ കുറിച്ചാണ് പിൽക്കാലത്ത് പിശാചുക്കൾ തെറ്റായ രൂപത്തിലുള്ള വാർത്തകൾ പറഞ്ഞു പരത്തിയത്. അത് യഹൂദികളായ ആളുകൾ ആ പിശാചുക്കൾ പറഞ്ഞു പരത്തിയ ആ തെറ്റായ വാർത്തകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. ഇവിടെ പിശാചുക്കൾ പറഞ്ഞു പരത്തിയ ആ തെറ്റായ വാർത്തകൾ എന്തായിരുന്നു എന്നുള്ളത് ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കൊണ്ട് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.